വാർത്തകൾ വിശദമായി. ബാർകോഴ കേസിൽ KM മാണിക്കും വിജിലൻസിനു മേൽ കുരുക്കുമുറുകി. മാണിയെ കുറ്റവിമുക്തനാക്കാൻ വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്ന വിജിലൻസ് ഡയറക്ടറുടെ വാദം കോടതി തള്ളി. സ്വകാര്യ അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയത് തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ബാർകോഴ കേസിൽ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക വിജിലൻസ് കോടതിയിൽ നടക്കുന്ന വാദത്തിനിടെയായിരുന്നു കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾക്ക് കടകവിരുദ്ധമായിട്ടാണ് വിജിലൻസ് ഡയറക്ടറുടെ നിഗമനങ്ങളെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് വിൻസെന്റ് പോളിന്റെ അഭിപ്രായം മാത്രമെന്നായിരുന്നു വിജിലൻസ് അഭിഭാഷകന്റെ വാദം. ഈ ഘട്ടത്തിലായിരുന്നു കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത്. ഇത് വിൻസെന്റ് പോളിന്റെ അഭിപ്രായമായി കണക്കാക്കാനാവില്ലെന്നും മാണിയെ കുറ്റവിമുക്തനാക്കാൻ തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയതെന്നും കവറിംഗ് ലെറ്ററിൽ ഇക്കാര്യം വ്യക്തമാണെന്നും കോടതി വാക്കാൽ പരാമർശം നടത്തി. അമ്പിളിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും അമ്പിളി ആസൂത്രിത സാക്ഷിയാണെന്നും വിജിലൻസിന്റെ അഭിഭാഷകൻ കുറ്റപ്പെടുത്തിയതിനോടും കോടതി വിയോജിച്ചു. ശാസ്ത്രീയ തെളിവുകൾ അമ്പിളിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതായും കോടതി അഭിപ്രായപ്പെട്ടു. ഡയറക്ടർ വിൻസെന്റ് പോളിനും SP R സുകേഷിനും അന്വേഷണത്തിൽ തുല്യ അധികാരമെന്ന വാദവും കോടതി തള്ളി. അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല SP R സുകേഷിന് തന്നെയെന്നും കോടതി പരാമർശം നടത്തി. സ്വകാര്യ അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയത് തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിൽ നിർത്തിയാണ് ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും താജ് കോറിഡോർ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി LDF കൺവീനറുടെ അഭിഭാഷകൻ M രാജഗോപാൽ വാദിച്ചു. മാണിക്ക് പണം കൊടുക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് 3 തവണയും ബാർ ഉടമകൾ പണം പിരിച്ചതെന്നും ഇത് ശക്തമായ സാഹചര്യ തെളിവാണെന്നും VS സുനിൽകുമാറിൻ്റെ അഭിഭാഷക സൂര്യ ബിനോയും വാദിച്ചു. ബിജു രമേശിൻ്റെ അഭിഭാഷകൻ അവധി അപേക്ഷ നൽകിയതിനാൽ വാദത്തിനായി മറ്റൊരു ദിവസം അനുവദിക്കും. വിജിലൻസിൻ്റെ അഭിഭാഷകൻ VV ശശീന്ദ്രൻ്റെ വാദം നാളെയും തുടരും. S ജീവൻകുമാർ, തിരുവനന്തപുരം. സത്യം ജയിക്കുമെന്ന് ബിജു രമേശ് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. വിൻസെന്റ് പോൾ സാർ തന്നെയാണ് K ബാബുവിന്റെ അന്വേഷണത്തിന് ഞാൻ ഉച്ചവരെ മൊഴി കൊടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിൻസെന്റ് പോൾ സാർ അദ്ദേഹം നമ്മുടെയൊക്കെ ധാരണയിലുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഏതൊരു മനുഷ്യനെ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നുള്ളതിന് അവർ വഴങ്ങും എന്നുള്ളതിന്റെ ഇതാണ്. വിൻസെന്റ് പോൾ സാറിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് ഈ കേസിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കമ്മീഷനെ വെച്ച് മന്ത്രിമാരെ രക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും ഇതിനാണിപ്പോൾ തിരിച്ചടി കിട്ടിയതെന്നും VS അച്യുതാനന്ദൻ. മാണിക്കെതിരെ നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും ചെന്നിത്തലയുമാണെന്നും VS വ്യക്തമാക്കി. വിജിലൻസിന്റെ ഏറ്റവും മൂത്ത ഒരു അന്വേഷണ സംഘത്തിന്റെ നേതാവാണ് വിൻസെന്റ് പോൾ. ഓരോ അന്വേഷണ കമ്മീഷനെയും ഉപയോഗിച്ച് അഴിമതിക്കാരെ രക്ഷിച്ചു പോരുന്ന സമീപനമാണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരായിട്ടുള്ള ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ പ്രത്യക്ഷമായ തെളിവാണ് വിൻസെന്റ് പോളിനെ ഇപ്പോൾ കോടതി ആക്ഷേപിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ചെന്ന് തറയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ചങ്കിനാണ്. ബാർകോഴ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ചെന്നിത്തല. കോടതിയുടേത് വാദത്തിനിടെയുള്ള പരാമർശം മാത്രമാണെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ചില പരാമർശങ്ങൾ മാത്രമാണിത്. അപ്പോൾ നാളെയും വാദമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്തിമ വിധി വന്നിട്ട് ഇനി മറ്റു കാര്യങ്ങൾ പ്രതികരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് വാദത്തിനിടയിൽ വന്ന ചില പരാമർശങ്ങൾ മാത്രമാണ്. അന്തിമ വിധി വന്ന ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാം. വിജിലൻസ് ഡയറക്ടർ എപ്പോഴും പ്രവർത്തിക്കുന്നത് തെളിവുകളുടെയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു ബാഹ്യ ഇടപെടലും ഞാൻ ഒരു കാരണത്താലും അതിനകത്ത് അനുവദിച്ചിട്ടുമില്ല. മീറ്റർ റീഡിംഗിന് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള KSEB ഉത്തരവ് പുനഃപരിശോധിക്കുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. വീട്ടിൽ ആളില്ലെങ്കിൽ 250 രൂപ മുതൽ 500 രൂപ വരെ പിഴ ഈടാക്കാനായിരുന്നു KSEBയുടെ നീക്കം. റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന വിവാദ ഉത്തരവ് പുനഃപരിശോധിക്കാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. സിംഗിൾ ഫേസിന് 250 രൂപയും 3 ഫേസിന് 500 രൂപയും പിഴ ഈടാക്കാനായിരുന്നു KSEB ഉത്തരവ്. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിലാവുകയും ചെയ്തിരുന്നു. 2 തവണ റീഡിംഗ് എടുക്കാൻ വരുമ്പോഴും ആളില്ലെങ്കിൽ പിഴ ഈടാക്കാനായിരുന്നു ഉത്തരവ്. റെഗുലേറ്ററി കമ്മീഷൻ അംഗം S വേണുഗോപാൽ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആൾക്കാർക്ക് ജനങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കാനുള്ള ഒരു ബാധ്യത കമ്മീഷനുള്ളതാണല്ലോ. KSEBയുടെ വിവാദ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ കമ്മീഷൻ തയ്യാറായത്.
കൃത്യമായ ദിവസം അറിയിക്കാതെ റീഡിംഗ് എടുക്കാൻ വരുന്നത് മൂലം ഉദ്യോഗസ്ഥർ എത്തുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഉപഭോക്താക്കൾ. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഐ സാജു. ചെയർമാൻ ഇന്നില്ലായിരുന്നു. വൈദ്യുതി റെഗുലേറ്ററി ബോർഡിലുള്ള 2 മെമ്പർമാർ നമ്മളുമായി ചർച്ചയ്ക്ക് തയ്യാറായി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പത്രമാധ്യമ പ്രതിനിധികളോട് ചില ഉറപ്പുകൾ നമ്മുടെ സാന്നിധ്യത്തിൽ പറയുകയുണ്ടായി. 9-ാം തീയതി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പുനഃപരിശോധന നടത്തുമെന്നും അതുവരെ ആദ്യത്തെ ഒരു ഡോർ ലോക്കിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഫൈനായി ഈടാക്കാനുള്ള അവസരമായി ഉപയോഗിക്കില്ല എന്നും ഉറപ്പാണ് അവരിപ്പോൾ നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിൽ പെമ്പിളെ ഒരുമയുടെ സമരത്തിന് നേരെ കല്ലേറും വ്യാപക അക്രമവും. അക്രമത്തിൽ മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർക്ക് പരിക്ക് പറ്റി. നാളെ മുതൽ നിരാഹാര സമരം സ്ത്രീ തൊഴിലാളികൾ. മന്ത്രിസഭാ യോഗത്തിലും തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. 5-ന് വീണ്ടും PLC യോഗം ചേരും. പെമ്പിളെ ഒരുമയിലെ തൊഴിലാളികൾക്ക് നേരെ കല്ലേറുണ്ടായതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. സംഘർഷത്തിൽ സ്ത്രീ തൊഴിലാളികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് ലാത്തിവീശി പിന്നീട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ട്രേഡ് യൂണിയന്റെ സമരഭാഗത്തു നിന്നാണ് കല്ലേറുണ്ടായതെന്നാണ് സ്ത്രീ തൊഴിലാളികൾ ആരോപിക്കുന്നത്. ട്രേഡ് യൂണിയനിലെ പ്രവർത്തകർ ആർക്കെതിരെയും അക്രമം നടത്തിയിട്ടില്ലെന്നും സമരം പൊളിക്കാൻ ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ആസൂത്രിത നീക്കമാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ രാത്രിയും സമരം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സ്ത്രീ തൊഴിലാളികൾ സമരം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം ശക്തമായി തുടരാനാണ് ട്രേഡ് യൂണിയന്റെയും പെമ്പിളെ ഒരുമയുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്തെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് മന്ത്രിസഭാ യോഗത്തിലും തീരുമാനമായില്ല. അടുത്ത മാസം 5-ന് വീണ്ടും PLC യോഗം ചേരും. തോട്ടം മേഖലയിൽ ഇപ്പോൾ നികുതി ഇളവ് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി KM മാണി പറഞ്ഞു. കഴിഞ്ഞ 2 PLC യോഗങ്ങളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് തോട്ടം മേഖലയിലെ പ്രശ്നം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തത്. തോട്ടം മേഖലയ്ക്ക് നികുതി ഇളവ് നൽകാൻ സാധിക്കില്ലെന്ന് ധനമന്ത്രി KM മാണി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. മന്ത്രിസഭയല്ല, ബജറ്റിലാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. അടുത്ത മാസം 5-ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ചേർന്ന് സമവായത്തിലെത്താനും മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളിലൊക്കെ തീരുമാനമായി, പ്രധാനപ്പെട്ട കാര്യം ശേഷിക്കുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം മലബാറിലെ വിവാദ 35 AIP സ്കൂളുകൾക്ക് സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും തുടരുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ ഈ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകിയോ എന്ന കാര്യത്തിൽ മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. അവര് ഇപ്പോഴും തുടരുന്നത് പോലെ തന്നെ തുടരും. വെള്ളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് അഡീഷണലായിട്ടുള്ള ഒരു ബാധ്യതയും വരുന്നില്ല. ബാധ്യത വരേണ്ട തീരുമാനങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റത്തിൽ അപാകതകളില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഉത്തരവ് മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ളവർ പഴയ സ്ഥലങ്ങളിൽ തിരികെ പോകണം. ബാക്കിയുള്ളവർ പുതിയ ജോലിയിൽ പ്രവേശിക്കണം എന്നതാണ് നിർദ്ദേശം. സ്ഥലമാറ്റ ഉത്തരവിൽ നിരവധി അപാകതകളും ക്രമക്കേടുകളും ഉണ്ടെന്ന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പുതിയ വിഴിഞ്ഞം പാക്കേജിനും 2011 ഭൂനികുതി ഓർഡിനൻസിന്റെ ഭേദഗതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. മെഡിക്കൽ PG വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നവംബർ 18-ന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ ബുദ്ധിമുട്ടിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഉള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനും നവംബർ മാസം 15-ാം തീയതിക്കകം തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുമുള്ള ഒരു തീരുമാനത്തിലെത്തിയുണ്ടായി. വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ച് VS അച്യുതാനന്ദൻ. SN ട്രസ്റ്റ് കോളേജുകളിലെ നിയമനത്തിന് ഈഴവരോട് പോലും കോഴ വാങ്ങുന്നയാളാണ് വെള്ളാപ്പള്ളി എന്ന് VS. 4 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി കോഴയായി വാങ്ങിയത് 100 കോടി രൂപയെന്നും VS ആലപ്പുഴയിൽ പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീടിന് സമീപം CPIM സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സെമിനാറിലാണ് VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 4 വർഷം മാത്രം 302 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് ഓരോ നിയമത്തിനും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തന്നെ 100 കോടി രൂപയെങ്കിലും വാങ്ങിയിട്ടുണ്ട്. കോഴയായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഏറ്റവും വലിയ ഗുരുനിന്ദ നടത്തുന്നതെന്നും VS പറഞ്ഞു. കട്ടച്ചിറയിൽ കായംകുളത്ത് ഒരു കോളേജ് അനുവദിച്ചു.
അതിന് ശ്രീനാരായണ ഗുരുവിന്റെ പേരല്ല ഇട്ടിരിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശന്റെ. അതേപോലെ തന്നെ കൊല്ലത്തൊരു നഴ്സിംഗ് കോളേജ് മിസ്റ്റർ നടേശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അതിനും വെള്ളാപ്പള്ളി നടേശന്റെ പേരാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഇതേക്കാൾ വലിയ ഗുരു നിന്ന ആർക്കാണ് നടേശനെ പോലുള്ള ആളുകൾക്കല്ലാതെ കാണിക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ VS നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിയിച്ചാൽ താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവര് തെളിയിക്കാൻ കൂടെ തയ്യാറാകുമെങ്കിൽ ഈ പറയുന്ന പൈസ ഞാൻ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് തെളിയിക്കാൻ VSനെ ഞാൻ വെല്ലുവിളിക്കാം. അത് തെളിയിക്കാൻ തയ്യാറാകുമെങ്കിൽ ഞാൻ എൻ്റെ ഇന്നുള്ള സകല ഔദ്യോഗിക സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മലപ്പുറം കരുളായി ഇനി ആദർശ ഗ്രാമം. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടും അപകട ഇൻഷുറൻസും നൽകി രാജ്യത്തിന്റെ കരുളായി പഞ്ചായത്ത് മാതൃകയായി. കേന്ദ്ര സർക്കാരിന്റെ സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ രാജ്യസഭാ അംഗം PV അബ്ദുൽ വഹാബാണ് കരുളായിക്ക് പുതിയ മുഖം നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ കരുളായി ഇനി പിന്നാക്ക പഞ്ചായത്ത് എന്ന പേരിലാവില്ല അറിയപ്പെടുന്നത്. രാജ്യത്തിനാകെ മാതൃകയായ ആദർശ ഗ്രാമമെന്ന നിലയിലായിരിക്കും. രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബാണ് കേന്ദ്ര സർക്കാരിന്റെ സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരുളായിക്ക് പുതിയ മുഖം നൽകുന്നത്. കരുളായിക്കാർക്ക് ആവശ്യമുള്ള പദ്ധതികളായിരിക്കും നടപ്പാക്കുകയെന്ന് PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആക്കാനും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ബീമാ യോജനയിൽ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആഹ്വാനം ചെയ്ത പ്രകാരം എല്ലാവരും ഈ രണ്ട് പദ്ധതികളുടെ തുടക്കം കുറിക്കണം. പരിപൂർണമായ ഒരു അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉള്ള ഗ്രാമം, അതൊരു പരിപൂർണമായ ഇൻഷുറൻസ് കവേർഡ് ഗ്രാമം എന്നാണ് നമ്മുടെ സ്വപ്നം പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനായി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തി 2000 പേരുടെ സന്നദ്ധ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസത്തിൽ 9000 പേർക്ക് ബാങ്ക് അക്കൗണ്ട് നൽകി. PMSBY അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ 17000 പേരെ ചേർത്തു കഴിഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം കൊട്ടുപ്പാറ കോളനിയിൽ ചെറിയ നീലിക്ക് നൽകി PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ ഇളവ് വരുത്തിയതിനെ തുടർന്ന് SB ടീം പലിശ നിരക്ക് കുറച്ചു. നിലവിലുള്ള 10.15% നിന്നും 9.95% പലിശ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഒക്ടോബർ 5 മുതൽ കുറഞ്ഞ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് SBT അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യയുടെ AI967 വിമാനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. 9:10 പുറപ്പെടേണ്ട വിമാനം നാളെ മുതൽ 24-ാം തീയതി വരെ 7:40 പുറപ്പെടുകയെന്ന് അധികൃതർ അറിയിച്ചു. ചെന്നൈ തിരുവനന്തപുരം AI967 വിമാനം 5:30 പുറപ്പെടും. സാങ്കേതിക കാരണങ്ങളാലാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത്.